ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഗെയിമർ റിവ്യൂവിൽ പിന്നെയും വന്നിട്ടോ. നമ്മളിന്ന് മൈൻക്രാഫ്റ്റിലാണ് കേട്ടോ. മൈൻക്രാഫ്റ്റിൽ പിന്നെയും വന്നു. പാർട്ട് 5 ആണ്. എന്നിട്ട് പാർട്ട് 5 ആണെന്ന്. പാർട്ട് 5 ഈ വീഡിയോ പാർട്ട് 5 ഉണ്ടോ? നമ്മൾ പാർട്ട് 5 ഉണ്ടോ? ഈ സൗണ്ട് കേട്ടോ. നിങ്ങൾ കമൻറ്റ് പറയട്ടെ. എന്തോ സംഭവമുണ്ട് നമ്മുടെ സെർവറിൽ. നമ്മൾ വീടിനെ കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്തു. നോക്ക് ഇത് വേണ്ട, ഇതൊക്കെ ചെയ്തു. ഇവിടെ അതൊക്കെ വെച്ചു. ഇനിയില്ലേ ഇവിടെ ബാക്കി പണികളത് ഇവിടെ ഇങ്ങനെ സ്റ്റോണിങ്ങനെ വെച്ച് പോകാം. നമുക്ക് ആദ്യം ഇന്നത്തെ പരിപാടി തുടങ്ങാം. ആക്സ് എടുക്കുക. നമ്മൾ ഇന്ന് മരം വെട്ടാൻ പോകണം. ഇനി നമ്മൾ മറ്റേ സാധനത്തിന് സാധനം കേട്ടോ. മറ്റേ വെള്ളത്തിലുള്ള സാധനമില്ലേ, സോംബിയെ മാറിയിട്ട് വെള്ളത്തിൽ നിൽക്കും. കുറേ നേരം വെള്ളത്തിൽ നിൽക്കുമ്പോൾ സോംബി മാറിയിട്ട് ഇതാവില്ലേ, എന്തായിരുന്നു അതിൻ്റെ പേരും മറന്നുപോയി. ഇതാണ്ട സംഭവം. സോംബി, സോംബി വിടാം നമുക്ക് പേര്. അതിൽ നിന്ന് ചങ്ക് 2 കിട്ടിയിട്ടുണ്ട് നമുക്ക്. വന്നിട്ട് ചങ്ക് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ സൗണ്ട്സ് വരുമ്പോൾ ശ്രമിക്കണം. എക്സ്ട്രാ സൗണ്ട്സ് കുറച്ച് കൂടിയ പോലെ ഉണ്ട് കേട്ടോ. എക്സ്ട്രാ സൗണ്ട് അതുകൊണ്ട് ക്ഷമിക്കണം. നമ്മൾക്ക് ഇന്ന് ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞു. അവിടെ സാപ്പിങ് വെച്ചിട്ടല്ലോ. നമ്മൾക്ക് ഇന്ന് പണി കേട്ടിട്ടോ. 17 ക്രാഫ്റ്റിൻ്റെ എടുക്കും. ഇത്ര വുഡായി. നമ്മുടെ വുഡ് കളക്ഷനും നമ്മുടെ ഇത് കണ്ട. ഈ ജസ്റ്റിൻ്റെ ഇതാണ് മെറ്റീരിയൽ ചെസ്റ്റ് ഉണ്ടത്. മെറ്റീരിയൽ ചെസ്റ്റിൽ നമ്മൾക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് മെറ്റീരിയൽ വെക്കണം. ഇവിടെ നമ്മൾ ഈ മെറ്റീരിയൽ ചെസ്റ്റിൽ നമ്മൾ ആകെ വെക്കാൻ പോണത് ഇതാണ്. ഈ വുഡും മഡും മാത്രമേ ഉള്ളൂ വെക്കുന്നത്. ഇത് ഫുള്ളാക്കി നമ്മൾ ഇതിൽ ഫില്ലാക്കാൻ നോക്കും. ഇതിൽ ഇത്ര ആയിട്ടുള്ളൂ. ഇനി ആർമറി ചെസ്റ്റ്. ഈ നമ്മൾ ഷീൽഡ് ഇത് ഉണ്ടാവില്ല കേട്ടോ. ഈ സംഭവം ഇത് കണ്ട, ഈ സംഭവം ഉണ്ടാവില്ല. ആർമറി സോഡ് ഇതൊക്കെയാണ് വെക്കുന്നത്. ഇത് ഫുഡ് ചെസ്റ്റിലൊന്നുമില്ല. ഇത് നമ്മുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ്. ഇത് നമ്മൾ കൃഷിയിൽ നിന്ന് കിട്ടാത്ത ഫുഡ്. നമ്മൾ ഫണ്ട് ചെയ്യാൻ പോണ ഫുഡ്. ഓക്കെ, മനസ്സിലായി. നമ്മൾ സാപ്ലിങ് അവിടെ ഉണ്ട്. സാപ്ലിങ് 2 ഉണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ നട്ടട്ടെ. ഇതൊക്കെ നടണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ നടണം. ഇത് ആപ്പിള് കണ്ടത് ബാക്കി കറക്റ്റായി. പിന്നീട് സാപ്ലിങ് കിട്ടി. വരട്ടെ, വളർന്ന് വരട്ടെ. അതുവരെ നമുക്കിവിടെ കുറച്ച് സ്റ്റോണുകളൊക്കെ ഉണ്ടാക്കാം. നമ്മളൊരു കേഴ്സ് കയ്യിൽ പറഞ്ഞിട്ടൊരു ഗെയിം കളിക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ. അത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നോക്കണം നിങ്ങൾ. ഇത് നമ്മുടെ പാർട്ട് 5 അല്ലേ. ഇരുട്ടാവാൻ തുടങ്ങിയടാ. ഇതൊന്നും ചേട്ടാ. അതെനിക്ക് പോവാം. കയറി കിടക്കാം. നൈറ്റായില്ലേ? 37 years ഡേറ്റ്. എപ്പോഴും നൈറ്റ് ആവുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നൈറ്റായി. ഇപ്പോൾ കിടന്നിറങ്ങാം. കിടന്നിറങ്ങണം. തുടങ്ങിയിട്ടാ നമ്മളിലേക്കോ. പിന്നെ നമ്മളിതിൽ പോകണം. കഴിഞ്ഞ് നമ്മൾ പിന്നെയും നടക്കാൻ പോണു. അതിങ്ങനെ എനിക്കൊരു പേടിയുണ്ട്. ഈ സെർവറിൽ എന്തോ സംഭവം നടക്കുന്നുണ്ട്. നമ്മളറിയാത്തൊരു സംഭവം. ഇത് കുതിരയല്ലേ? ആടാ, ഇത് കുതിരയാണ്.
ഗൈസ് കുതിരയുണ്ടോ? ഇത് കുതിരയാണ്. നമ്മൾ ഡാറ്റ കൊണ്ട് സോറി ചേട്ടാ. ഇത് നമുക്കൊരു കാര്യം ചെയ്യട്ടാ. എനിക്ക് അതവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു നമ്മുടെ കുതിര. ഇതിനെന്തിനാണ് നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ അഡ്വഞ്ചറിയിലൊക്കെ പോകുമ്പില്ലേ ഇതിനാവശ്യം വരും. ഒന്നുമില്ലേ ഇതിലേക്കും? ആപ്പിൾ ഉണ്ടോ? ആപ്പിൾ 2 കയ്യിലുണ്ട്. ഇവിടെ മറ്റേ സാധനം അത് പോയാ എവിടെ കൊണ്ടുവച്ചു ഞാൻ? ഇതിലൊന്നും ഇല്ല. സൂക്ഷിച്ചു നോക്കാം, സമാധാനമായിട്ട് കാണി നോക്കാം. ഇല്ലടാ, പോയി. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നാണ്. ഇതിന് വെച്ചിട്ടുണ്ടോ? അതിനുണ്ട് ഭാഗ്യം. ഇതവിടെ തന്നെ ഉണ്ടായിരുന്നാൽ മതി. ഓടറാ, പിന്നെ അടിക്കാലോ. ഇതവിടെയാണോ? ടോങ്കണം. നിങ്ങൾ കൊല്ല, അപ്പം ലെതർ കിട്ടും. എൻ്റെ ആർമണം വെക്കാം. പിന്നെ കാണാനല്ലോ. അതവിടെ കാര്യം ചെയ്തു. വാട കുട്ട വാട. അയ്യോ സോറി അണ്ണ, സോറി മോനെ. എങ്ങനെയാണ് ഇതൊക്കെ? ഇതിലെങ്ങനെയാണ് ഇതൊക്കെ റൈഡ്? എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെ അതങ്ങനെ ഇതൊന്നും വെക്കട്ടെ. കേട്ടട്ടെ. കറക്റ്റാക്കി. നമ്മുടെ കുട്ടനെ കൊണ്ടുപോവാ. അവിടെയല്ല നമ്മളിങ്ങനെ കുതിരനെ ഓടിക്കാൻ വേണ്ടിട്ടാ. നമ്മൾ ഈ 2 കുതിരനെ കൊണ്ടുവിട്ടോ. ഇതിനെങ്ങനെ ഉള്ളിക്കട്ടോ. എന്താ ഗൈസ്, നമ്മുടെ ആ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ. അവനെടുത്തിട്ടുണ്ട്. സന്തോഷം കൊണ്ട് നല്ല സന്തോഷം. ഓക്കേടാ, ഇവിടെ ഇരുന്നോട്ടാ. ഇപ്പൊ കണ്ടോ സൗണ്ട്? എന്തോ സംഭവം ഉണ്ട് ഇവിടെ. എന്തോ ബാധ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഗെയിമിൽ എന്തോ ബാധയുണ്ട്. ഇവിടെ കറങ്ങി നടന്നോട്ടാ. എന്തോ ബാധയുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ റോളിൽ നമ്മൾക്കതിന് പേടിയൊന്നുമില്ല. എനിക്ക് പേടിയില്ല ചെറുതായിട്ട്. അതാ കോഴിക്കോട്ടെ. ഇതിൽ കൂടെ ബാക്കിൽ കൂടെ പോയല്ലോ, ഡെസേർട്ടിൽ കൂടെ. വേണ്ട, ഇതിൽ കൂടെ പോ. അപ്പോൾ കുറച്ചും കൂടെ അവിടെ കോഴീനെ കിട്ടിയ ഫസ്റ്റ് തന്നെ കോഴീനെ കൊണ്ടുവരണം. കൊന്നുട്ടാ, കോഴീനെ കൊന്നു. ഇനി അടുത്തത് അത് നമ്മുടെ മൈനിങ് ഏരിയ. വേറെ മൈനിങ്. ഇത് കുതിരയില്ലേ? ഇതൊരു കുതിരയും കൂടെ. എനിക്ക് മറ്റേനെ ഇഷ്ടപ്പെട്ടു. ഇതിനെ ഇഷ്ടപ്പെട്ടില്ല. അതെടുക്ക്. എൻ്റെ കുതിരയ്ക്കൊരു വെള്ള കളറാ വരുള്ളൂ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക, അതിൻ്റെ ഇത് കണ്ട മറ്റേ വാല്, അത് ശ്രദ്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു. ഡോങ്കിയും അമ്മയും അതുകൊണ്ട് വേണ്ട, അവല് ജീവിച്ചോട്ടെ. നമ്മളിതിൽ കൂടെ നടന്നു നിന്നിട്ടാ ഒരു ദിവസം. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ.
അത് കുറേ ദിവസം ഫസ്റ്റ് നമ്മൾ പോയത് ഞാൻ കാണിച്ചില്ല കേട്ടോ. സെക്കൻഡ് പോയത് നിങ്ങൾക്ക് ആ സോംബി വില്ലേജ് കാണിക്കാനായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിശക്കണടാ, അതെ ഫുഡ് തിന്നട്ടെ. ഞാൻ തിന്നൂട്ടാ. എനിക്ക് വെള്ളം ക്രോസ് ചെയ്ത് ഞാൻ നേരെ പോട്ടെ. പംകിൻ, അതുകൊണ്ടാണ് അടുത്ത് പുല്ലിയത് മനസ്സിലായി നമ്മൾ. അപ്പം അതിൽ കെഡാക്കാൻ നോക്കാൻ പറഞ്ഞു വിചാരിച്ചു. ഇതാണ്ട ഇവർ രണ്ടുപേരും ഇല്ല കൊന്നു. അവിടെ അമ്മയും കുട്ടികളും നമ്മൾ കൊല്ലില്ല. ഇതിനാദ്യം കൊല്ലാം. ഐശ്വര്യമായി തുടങ്ങാൻ വേണ്ടി നീ ഇത് വന്നു. ഫസ്റ്റ് ഐശ്വര്യമായി തുടങ്ങാൻ വേണ്ടി കോഴിനെ നമ്മൾ കൊന്നു. നീ എന്തിരും കൊന്നു. അതാ ഗ്രാമില് ഇതിനെ കൊടുക്കുന്നല്ലോ. അതൊരു കിട്ടും. പക്ഷേ ഇതിനെന്താണ് ഉപകാരം? ഒരു ലാമല്ല, കുറേ ലാമിൽ അടിക്കുന്നുണ്ട് അവിടെ. അയ്യോ, ബെഡ് എടുത്തിട്ടില്ല. ആർസി തീർന്നു. സൂര്യനായി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടനെ എടുത്തിട്ട് വന്നില്ല. മൊത്തം തീർന്നടാ. നമ്മൾ അയൺ കേവിൽ പോയിട്ട് നേരെ കേവിൽ പോവാ. കടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. ഇനി അതല്ലേ വഴിയുള്ളൂ. അപ്പോഴേക്കും നൈറ്റ് ആവും. കേവിൽ ബെഡ് വെച്ചിട്ടുണ്ട്. ഒരു ബെഡ് ഉണ്ടാക്കാൻ മറന്നു വയസ്സ്. ഈ കാട്ടിൽ കൂടെ കടന്നു പോകണം. കാട്ടിലെ കൂടുതൽ പ്രശ്നം. പക്ഷേ സ്പീഡ് വന്നാ ഇട്ടായി പൈസ എന്ത് ചെയ്യും നമ്മള്? ഓ അവിടെ എത്തി നമ്മൾ കൂടെ എത്തി. ഇതിൻ്റെ ഉള്ളിൽ കടന്നിടുക. ബെഡ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. ബെഡ് കൂടി വെച്ചിട്ടില്ല. ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. എന്നാൽ പോട്ടെ. ഓർഡർ പൈസ എങ്ങനെ എത്തിയിട്ട് നമ്മുടെ കുട്ടനെ ഓടിയിട്ടുണ്ട്. ഉറങ്ങടാ സമാധാനം ഉറങ്ങാൻ തുടങ്ങി. രക്ഷപ്പെട്ടു കേട്ടോ. ഫൈനലി നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടോ? ഫാമിത്തെ എന്തെങ്കിലും വളർന്നിട്ടുണ്ടോ? ഒന്നും വളർന്നിട്ടില്ല. ഫാമ് ഒരു കേവിലുള്ള ഇത് ഓർക്കണ്ടല്ലോ. ആറുമണുണ്ടോ?
കോയിസ് കൊന്നൂടാ. എൻ്റർമാനും വന്നു. സമാധാനം എല്ലാം ഉണ്ടല്ലോ. നമ്മൾക്ക് തന്നെ വേണം. നമ്മുടെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ? നമ്മൾ ഫുൾ ബൂട്ട് മാത്രമല്ല. ഇന്നലെ കിട്ടിയ ഫുഡ് കൊടുക്കാൻ വയ്ക്കാൻ പറ്റാം. ഇന്നലെ ആദ്യം ചിക്കൻ തുടങ്ങാം. ഫ്രണ്ടല്ലേ എത്രയുണ്ട്, ഇതുകൊണ്ട് ഇതുണ്ടാക്കാൻ പറ്റില്ല. ഇതിന് ബ്രെഡറും കൂടെ വേണം. അത് പെട്ടെന്ന് ഉണ്ടാവട്ടെ കേട്ടോ. അത് എനിക്ക് ഇതേക്കാം. നമ്മൾ മറ്റേതെടുക്കണേ. ഹേബിയലോട്ട് ഹേബിയലില്ലേ, മോളുണ്ട് വന്നിട്ട് ഉണ്ട്. ഇതെടുക്കാം. ഗൈസ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഫുഡ് ഇവിടെ ഇത് ഇനി ഇതൊന്നും ഇവിടെ കൊണ്ടുപോയിട്ടെ. ചിക്കൻ അവിടെ കുറേ നേരം എടുക്കുന്നുള്ളൂ. നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം. ഇവരെ ഫീഡ് ചെയ്യിപ്പിക്കാം. മതി. ഇവർ വയറുന്നറിഞ്ഞു വരാം. നിറയുണ്ട്. നിറയുണ്ടല്ലോ. നിറയുണ്ടടാ. ശരി, നമുക്ക് എന്താ ചെയ്യണ്ടിനി? ഇതെടുത്തേക്കാം. 6 വീറ്റ് അവർക്ക് കൊടുത്തു. 11 വീട്ടിൽ നിന്ന് 6 വീറ്റ് -5. എടുത്ത് വെച്ചിടാം. നമുക്ക് കിട്ടിയ ആപ്പിളും കൂടെ എടുത്ത് വെച്ചിടാം. അല്ല, നമ്മുടെ കുട്ടന് കൊടുക്കാം. 2 ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കണം. പിന്നെ 2 പോർഷൻ ഓഫ് വീക്ക്നെസ് ഉണ്ടാക്കണം. എന്തിനാണ് നമുക്ക് കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ എനിക്ക് ആപ്പിൾ ആയിട്ട് ഫ്രൈഡ് അല്ല ആവശ്യം. പിന്നെ ആപ്പിൾ കൊടുക്കാൻ പറ്റില്ലേ? വാടാ, ആപ്പിളും പറ്റില്ല. നമുക്ക് റൈഡ് ചെയ്തിട്ട് അവിടെ പോവാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ വേണം. ഇപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റോൺ എടുക്കുക. എനിക്ക് ആരും മനസ്സിലായി. എനിക്ക് എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. സ്റ്റോൺ എടുക്കാൻ. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ പണി തീർക്കാം. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇവരെ പെട്ടെന്നൊരു കൂടുണ്ടാക്കി കൊടുക്കണം. എനിക്ക് വേണ്ടി നമ്മൾ കയറി നോക്കില്ലോ. ഇവിടെ കറങ്ങാൻ ഇതിൽ കൂടുക. സൂപ്പറാടാ. ചാട്. മതി. മതിരോ. മതി.
ഗൈസ് നമ്മളില്ലേ ഗൈസ് എക്സ്ട്രാ സൗണ്ട് വരണമെങ്കിൽ ക്ഷമിക്കണം. ഇനി ലൈവ് എപ്പോഴെങ്കിലും കിട്ടണ പറയണം കേട്ടോ. കിട്ടണമെങ്കിൽ ലൈവ് ഇടാം. എന്നാലും നമുക്ക് ഇപ്പോൾ ലൈവ് ഇടാൻ പറ്റില്ല. നമുക്ക് ലൈവ് ഇടണമെങ്കിലേ 50 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പൈൻറ്റായിട്ടില്ല, പെട്ടെന്ന് ആക്കണം. 50 സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാവുക. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഉറപ്പായിട്ടും. നമ്മളിവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിവിടെ കല്ല് വയ്ക്കുന്ന പണിയാണെങ്കിൽ നിങ്ങളവിടെ എന്താ ചെയ്യേണ്ടത് അറിയാം. നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പണി. ഓക്കെ, എന്നാൽ നിങ്ങൾ നല്ലവരുള്ളൂ. നമ്മുടെ കുട്ടനൊക്കെ ഇവിടെ വെറുതെ ഇരിക്കാണ്. നമ്മുടെ കുട്ടീന് വേറെ പണിയില്ല. നമ്മളൊക്കെ ആണെങ്കിൽ 10 പണി തിന്നുന്നുണ്ട്. ഇപ്പോൾ എത്ര മണിയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഗസ് ചെയ്യാൻ പറ്റണം കേട്ടോ, കമൻറ്റിൽ ഇടണം കേട്ടോ എത്ര മണിയാണ്. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമൻറ്റ് ഇടും. ഞാൻ അവൻ്റെ പിൻ ചെയ്ത് വയ്ക്കാം, ഇതിൽ യൂട്യൂബിൽ പിൻ ചെയ്ത് വയ്ക്കാം. അവൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കമൻറ്റ് ഇടും. ഇപ്പം തന്നെ പോയി കമൻറ്റ് ഇട്ടതാണ്. ഫസ്റ്റ് കമൻറ്റ് ഇടുന്നവർക്ക് കിട്ടും കേട്ടോ എത്ര മണിയാണ്. ഞാനിപ്പോൾ നിങ്ങളുള്ള സമയം, നിങ്ങൾ കാണുന്ന സമയമല്ല കേട്ടോ. ഞാനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം ലൈവ് അത് കണ്ടുപിടിച്ചവർക്കില്ലേ കമൻറ്റ് ഇടണം പെട്ടെന്ന്, അന്നേരം കിട്ടുള്ളൂ. അന്നേരം പിന്നെ ഇത് കിട്ടുള്ളൂ, സബ്സ്ക്രൈബും കിട്ടും. പിന്നെ ബാക്കിയുള്ള പെട്ടെന്ന് കിട്ടാത്തവർക്കും കമൻറ്റ് ഇടണം കേട്ടോ. എന്നാലും സബ്സ്ക്രൈബ് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കിട്ടും. സബ്സ്ക്രൈബ് ഉറപ്പായിട്ടിരിക്കും. പിന്നെ ഫസ്റ്റ് കിട്ടുന്നവർക്ക് പിന്നും സബ്സ്ക്രൈബ്. ബാക്കി സമയത്ത് ഇടുന്നവർക്ക് എത്രയാണ് സബ്സ്ക്രൈബ് മാത്രം. ഓക്കെ, പിന്നെ നമ്മളൊരാളെ പിന്നെ ചെയ്യില്ല ശരിക്കും. അത് എൻ്റെ ബെഡ് എടുക്കുന്നുണ്ട്. ആ മൈനിങ്ങിൽ ഈ മൈനിലേക്ക് ബെഡ് വെക്കണം. ഈ മൈനിൽ വെച്ചു, ആ മൈനിൽ ബെഡ് വെക്കണം. ഈ പണി പാടും. ഇരുട്ടാകുമ്പോൾ നൈറ്റ് ആകുമ്പോൾ പ്രശ്നമാണ്. ഇരുട്ടാവറായി എടുത്തൊന്നു വേറായി. ഇവന് ഇവിടെ ഒരു കൂടുണ്ടാക്കും. മൈനിങ് ഏരിയൻ്റെ അടുത്താക്കണ്ട, ഇവിടെ ആക്കാം. ഇവിടെ ഒരു കൂട് സെറ്റാക്കാം. അവന് ഫുഡ് വേണമെങ്കിൽ ഇവിടെ ആക്കണം. എന്താ ചെയ്യുക, ഇങ്ങനെ പൊട്ടിച്ച് നൈറ്റ് ആവാറായിട്ടാ. ഇതും കൂടെ ശരിയാക്കിയിട്ട് നമുക്ക് കടന്നിറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ അടിപൊളിയാക്കിയിട്ട് നേരത്തെ ഡേട്ടും കൊണ്ട് വെച്ച് നമ്മൾ കറക്റ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയാക്കി വീട് നമ്മൾ ഇതിൻ്റെ വീഡിയോൻ്റെ പോസ്റ്റ് ഇടും യൂട്യൂബിൽ. അത് നമ്മൾ
10 എത്ര തരും വീഡിയോക്ക് നമ്മൾ ഒരു സംഭവം കൊടുക്കില്ലേ നൈറ്റ് ആയിടാ നമുക്കെന്താ പോവാം ഇറങ്ങാൻ പോവാം അല്ലെങ്കിൽ ഇവിടെ നോബ്സ് പോകണം വീട്ടിൽ സ്ഥലമുണ്ട് കിടക്കട്ടെ ഉറക്കം വന്നു അറിയിച്ചിട്ടാ രാവിലെ ആയാലോ ഇപ്പം നമ്മളത് ചെയ്യാൻ അറിയോ പ്ലാനുകളിൽ എന്തടാ മൈനിങ്ങിന് പോയല്ലോ നാച്ചുറൽ മൈനിങ്ങിന് പോകണം ഉദ്ദേശിച്ച അവിടേക്ക് പോണത് ഉദ്ദേശിച്ച ഇവിടെ നോക്കാം ഇവിടെ മഴ വീണതിൻ്റെ സൗണ്ട് ആട്ടോ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെ സോമ്പി നമ്മൾക്ക് അപ്പുറത്തും ഇവിടെ കൂടി പോയിട്ട് മൈനിങ്ങിന് പോവാം സ്റ്റോൺ പിക്കാക്സ് യെസ് സ്റ്റോൺ പിക്കാക്സ് ഉണ്ട് അയ്യോ നമ്മളൊരു പിക്കാക്സും കൂടെ ക്രാഫ്റ്റ് ചെയ്യുന്നില്ല ഒരു പിക്കാക്സ് കൂടെ കുഴപ്പമില്ല ഇതിന് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ അവിടേക്ക് പോകുന്നു ക്രീപ്പർ അതിലേക്ക് പോകുന്നു കേട്ടോ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമില്ല കേട്ടോ സെറ്റില്ല രസമുണ്ട് കേട്ടോ അതിന് സൗണ്ടൊക്കെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരുന്ന സൗണ്ടൊക്കെ എന്തോ സെറ്റ് സൗണ്ട് കേട്ടോ ഫുൾ സൗണ്ട് ഇട്ട് വെച്ചിരുന്നു ഫുൾ സൗണ്ടാണ് ഇപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയാവും എന്തൊരു സംഭവം തിരിച്ചു വിടണം ഞാൻ തിരിച്ചു പോകണം കേട്ടോ എന്തോ എൻ്റെ സെർവറിന് പ്രശ്നം ഞാൻ കേട്ടാൽ എന്തോ എൻ്റെ സെർവറിന് പ്രശ്നമുണ്ട് ഈ ഷീപ്പുകൾ അടുത്ത് വരുമ്പോഴാണ് ഈ പ്രശ്നം പേടിയും പോണോ ഞാൻ പോണില്ല എനിക്ക് പേടിയാണ് എന്ത് സംഭവം അറിയില്ല സംഭവം അറിയില്ലടാ നമ്മൾ മറ്റേ മൈനിങ് ഇല്ലേ നമ്മുടെ അവിടുത്തെ മൈനിങ് നമ്മൾ മൈനിങ് ഉണ്ടാക്കിയ മൈനിങ് ഇല്ലേ അവിടെ ഇല്ലേ ഇതെത്തിടാ ബെഡ്റോക്ക് എത്തി നമ്മുടെ കുടിച്ച് അവിടേക്ക് പോകണ സേഫാണോ അറിയില്ല ഇവിടെ എന്തൊരു പ്രശ്നമുണ്ടോ നമ്മൾ സ്ലോ ആയിട്ട് കളിക്കാൻ പ്ലാൻ വെച്ചേക്കണം മൈനിങ് ചേട്ടാ ടോർച്ച് എടുത്തിട്ടുണ്ട് എനിക്ക് സൗണ്ടൊക്കെ വരുമ്പോൾ നല്ല പേടിയാണല്ലോ ലൈറ്റ് ഉണ്ടോ ഒക്കെ ഇവിടെ നിന്ന് മൈൻഡ് ചെയ്തേട്ടാ നല്ല പേടിയാണ് ഗൈസ്
എനിക്ക് കളിക്കാൻ. ഹീറോ ബ്രെയിൻ എന്തിനാണ്? ഹീറോ ബ്രെയിൻ ബാൻഡഡ് അല്ലേ? പിന്നെ വരാൻ സാധ്യത കുറവാണ്. അതൊന്നും അല്ല, വേറെ എന്തോ ആണ്. എനിക്ക് ഉറപ്പാണ് വേറെ എന്തോ ആണ്. പുള്ളി അപ്ഡേറ്റ് ആവുന്നതിൻ്റെ എന്താ എററാണ് തോന്നുന്നു. അപ്ഡേറ്റിൻ്റെ എറർ എനിക്ക് ഉറപ്പ് തോന്നുന്നു. ഹീറോ ബ്രെയിനൊക്കെ ബാൻഡ് ആയില്ല. ഇനി ഹീറോ ബ്രെയിൻ വരാൻ സാധ്യത കുറവില്ല. അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. ഹീറോ ബ്രെയിൻ വരുന്നതൊക്കെ നമ്മളെ കോഷ്യസായി നിൽക്കണം. ഡേഞ്ചറാണ്. കുറച്ച് കോളം മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമായി നോക്കില്ല. ആ വരച്ചോണ്ടിരിക്കുകയാണ് ഞാനിവിടെ. ഹീറോ ബ്രെയിനെ തിരിച്ചടിക്കാനും പറ്റൂല, അതുകൊണ്ട് പ്രശ്നമാണ്. അവനിപ്പോൾ ഡയമണ്ട് ഇട്ടുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ശരിക്കും എത്ര ഡീപ്പാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഹീർട്ടായി തോന്നുന്നുണ്ടോ? ഇട്ടല്ല നോക്കിയിട്ട് വരാം. ഇനി കണ്ടിന്യൂ ചെയ്യാം. ഷിപ്പറ ഉണ്ടോ അവിടെ? കുറച്ച് കോളില്ലേ? കുറേ കോൾ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഷിപ്പറായിക്കൊണ്ടിരിക്കുന്നു. പേടിച്ചിട്ട് നിൽക്കണം. നമ്മൾ ഹീറോ ബ്രെയിനിൽ സ്പോൺ ചെയ്യാനുള്ള സംഭവം ചെയ്തിട്ടില്ലല്ലോ ഇനി. മറ്റേ റിച്വല് അതുകൊണ്ട് ആ സാധ്യത കുറവാണ്. ഇത് കിട്ടി. നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ, പേടിച്ചിട്ട് ശ്രദ്ധിച്ചില്ല. ലാപ്പിസ് ലാസിലി സമാധാനം. കുറച്ച് ലാപ്പിസ് കിട്ടിയില്ലേ? 23 ലാപ്പിസ് ലാസിലി കിട്ടി. എൻജാൻഡ് ചെയ്യാൻ ഇപ്പോൾ ഓക്കെയാണ്. എൻ്റെ ട്രസ്റ്റൊക്കെ എന്തെങ്കിലും ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ഉണ്ടാക്കിയല്ലേ നമുക്ക് വെക്കാൻ. നമ്മുടെ സാറ്റ് ലൂട്ട്സൊക്കെ ഇവിടെ ജസ്റ്റ് വെക്കണം. ശരിക്കും വേണം. ഒരു ജസ്റ്റ് മതി. ഒറ്റ ജസ്റ്റ് 6 ജസ്റ്റ് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഒറ്റ ജസ്റ്റ് ഉണ്ടാക്കാം. ആ ഫുള്ളാകുമ്പോൾ നമ്മുടെ ബേസിക് കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഇത് ലാപ്പിസ് ലാസിലി, കോള്, ലാപ്പിസ് ലാസിലി. റിട്ടായിപ്പോൾ റിട്ടായി ചെക്ക് ചെയ്യണം. കടന്നിറങ്ങാൻ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. മഴയൊന്നും നിന്നിട്ടേ ഇല്ല ഇവിടുത്തെ.
ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ഇപ്പം സൗണ്ട്. ഇതിൻ്റെ ചെറുതായിട്ടൊക്കെ ഷുഗറുണ്ട്. ഇവിടെ അടുത്തൊരു മൈൻ ഉണ്ട് കേട്ടോ. ഷെൽട്ടർ നടക്കുന്ന സൗണ്ട് കിട്ടും. സ്ലൈം ഇല്ലടാ, ഇതെപ്പോൾ സ്ലൈം സ്പോണായി? ഇവിടെ വേണം സ്ലൈം സ്പോൺ. ഇത് എങ്ങനെ? നമ്മൾ മൈൻ എന്തെങ്കിലും കട്ടാക്കിയ നോക്കട ഈ പൊട്ടലിൻ്റെ പോലത്തെ ഇല്ല. പിന്നെന്തായാലും കൊടുക്കും. ചിലപ്പോൾ നമ്മൾ ആ മറ്റേ ഇരുട്ടിൽ സ്ഥലത്ത് സ്പോണായിരിക്കും. ഇത് പൊട്ടറിനെ ഞാൻ പൊടിച്ചു. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ടൊരു ഇതുണ്ടാക്കാം. ഇവിടെ നമ്മുടെ ഇതൊക്കെ ഏരിയൊക്കെ ബ്ലാക്ക് ആയി കിട്ടുന്നതോ എന്തൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഹെൽമെറ്റ് വെച്ചോട്ടേക്കും. ഇതുണ്ടാക്കാം. എന്ത് ഇരുട്ടായിന്നുണ്ട്. ഇപ്പം നോക്കാം. ആ ഇരുട്ടായി നമുക്ക് ടിമ്മായതുണ്ട്. ഇരുട്ടായി പൊട്ടിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യും. ഇത് കൊണ്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തോടെ ഇത്രയുള്ള വീഡിയോ. അടുത്തൊരു വീഡിയോക്ക് പിന്നൊരു ദിവസം കാണാം. നമ്മളില്ലേ അടുത്ത് റോബ്ലോക്സിൻ്റെ വീഡിയോക്കും ഇവിടെയൊക്കെ ഇതൊക്കെ മോബ് സ്പോൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രീപ്പർ വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് ഇതിനൊക്കെ തീർക്കട്ടെ. എൻ്റെ സ്ഥലത്ത് വന്നിരിക്കുന്നു. പിന്നെ സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിഞ്ച് ഞാൻ വീടിൻ്റെ ഉള്ളിൽ പോട്ടെ. ഞാൻ വിജിൻ്റെ ഇഷ്ടമല്ല സ്പ്രേ കിടക്കട്ടെ. വിജിന് വാതിൽ കൊടുക്കാൻ അറിയാം. അതുകൊണ്ട് നമ്മൾ ഒളിഞ്ഞ് നിൽക്കണം. അടുത്തൊരു വീഡിയോക്ക് പിന്നീട് ദിവസം കാണാം. ശരി, ടാറ്റ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ, സീ യു ലേറ്റർ. ഇന്ന് കഴിഞ്ഞു.